الحمد لله رب العالمين. الحمد لله الذي أنزل من السماء ماء بقدر. سبحانه جعل لنا الليل لباسا والنوم سباتا وجعل النهار نشورا وأنزل لنا بقدرته من السماء ماء طهورا. نحمده سبحانه بما هو له أهل من الحمد ونثني عليه ونؤمن به ونتوكل عليه. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا محمدا عبد الله ورسوله خير مؤمن بالله. اللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين. أما بعد فأوصيكم عباد الله بتقوى الله عز وجل جلاله. فاتقوا الله حق تقاته تكونوا من الفائزين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله. عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أليس الله بكاف عبدا ويخوفونك بالذين من دونه ومن يضلل الله فما له من هاد. صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കും. നമ്മൾ മുഹറം മാസത്തിലൂടെ കടന്നു പോവുകയാണ്. ഐതിഹാസികമായ ഒരു വിമോചനത്തിൻ്റെ ചരിത്രം അനുസ്മരിച്ചുകൊണ്ട് മുഹറം 9-നും 10-നും നാം നോമ്പെടുക്കുകയും ചെയ്തു. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. വിമോചനത്തെക്കുറിച്ച് ഇസ്ലാമിൻ്റെ ശരിയായ പാഠം വിശ്വാസി സമൂഹത്തെ യഥാവിധം ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ മുഹറമും. യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ അലൈഹിമുസ്സലാം മനുഷ്യർക്കിടയിൽ വന്ന് നിർവഹിച്ച വിമോചനത്തിൻ്റെ കർമ്മസരണി, അതിൻ്റെ സ്ട്രാറ്റജി, അവരുടെ പ്രവർത്തന രീതി പഠിച്ചെടുത്താൽ നല്ല 1% മുസ്ലിമീങ്ങളും അടിമകളാണ് എന്ന യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടും. കഴിഞ്ഞില്ല പലർക്കും ഇസ്ലാം കയ്യിലുണ്ടായിട്ട് വിമോചിതരാവാൻ. അതുകൊണ്ട് അതീശ ശക്തികൾ, വ്യത്യസ്ത രീതിയിലുള്ള അതീശ ശക്തികൾ, മനുഷ്യബുദ്ധിയെ കീഴ്പ്പെടുത്തുന്ന, മനുഷ്യന്റെ ചിന്തയെ കീഴ്പ്പെടുത്തുന്ന, മനുഷ്യനെ തന്നെ കീഴ്പ്പെടുത്തുന്ന അത്തരം അതീശ ആധിപത്യ ശക്തികളുടെ കീഴിൽ തന്നെയാണ്, അവരുടെ നുഖത്തിന് കീഴിൽ തന്നെയാണ് നല്ല 1% നമസ്കാരക്കാരും ജീവിക്കുന്നത് എന്നത് ഏറെ വേദനയോടെ നാം പറയേണ്ടി വരും. അതുകൊണ്ട് കടൽ കടത്തി ഒരു ജനതയെ ഫാസിസ്റ്റ് ഭീകര ഭരണകൂടത്തിൽ നിന്ന് മോചിപ്പിച്ചെടുത്ത ചരിത്രം ആവേശപൂർവ്വം ഓർക്കുന്ന ഓരോ മുസ്ലിമും അത്തരമൊരു വിമോചനത്തിന്റെ ക്ലൈമാക്സിലേക്ക്, അതിന്റെ ഉച്ചിയിലേക്ക് ആ സമൂഹം എത്തിപ്പെടുന്നതിന് മുമ്പ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ബഹുദൈവ ആരാധകരായ ഭൂരിപക്ഷ സമൂഹമാകുന്ന കിബിത്തികളുടെ കൂടെ ജീവിച്ചിരുന്ന മുസ്ലിം സമുദായത്തിനകത്തെ ഷിർക്കൻ ചിന്താധാരകൾക്കെതിരെ, ഖുറാഫാത്തുകൾക്കെതിരെ, ഇൻഹിറാഫാത്തുകൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ എങ്ങനെയെല്ലാം പണിയെടുത്തു അവരെ തൗഹീദിന്റെ മാർഗത്തിൽ എങ്ങനെ ഒരുമിച്ച് കൂട്ടി എന്ന ബാലപാഠവും പഠിക്കണം. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റയിലൂടെ മദീനയിലെത്തി അള്ളാഹു മാത്രം മുകളിലുള്ള, അള്ളാഹുവിന് കീഴെ മുഴുവൻ മനുഷ്യരും ഒന്നായി നിലകൊള്ളുന്ന ഒരു സാമൂഹ്യ ക്രമത്തെ, വിമോചനത്തിന്റെ ഉദാത്തമായ ഭാവത്തെ മദീനയുടെ മണ്ണിൽ സംസ്ഥാപിച്ചു എങ്കിൽ മക്കയിൽ തുടങ്ങി വെച്ച് പ്രവാചകൻ അനവരതം അക്ഷീണം തുടർന്നിരുന്ന വിമോചനത്തിന്റെ ബാലപാഠങ്ങളും നമ്മൾ പഠിക്കണം. അത്തരം ബാലപാഠങ്ങൾ പഠിക്കാതിരിക്കുന്ന കൂട്ടർക്ക് ഈ വിമോചനത്തിന്റെ പാഠം ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇസ്ലാം മുമ്പിൽ വെക്കുന്ന വിമോചനത്തെ വിലയിരുത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഇസ്ലാമിന്റെ വിമോചനം എന്ന് പറഞ്ഞാൽ ആദ്യപടി തഹ്രീറുൽ അഖ്ലി മിനൽ ഖുറാഫാത്ത്, മനുഷ്യ ബുദ്ധിയെ
എല്ലാവിധ കെട്ട വിശ്വാസങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും തെറ്റായ വിശ്വാസധാരയിൽ നിന്നും മോചിപ്പിക്കലാണ്. തഹ്രീറുൽ അഖൽ, ബുദ്ധിയെ മോചിപ്പിക്കുക. പലരുടെയും ബുദ്ധി പണയം വെച്ചിരിക്കുകയാണ്. അന്ധവിശ്വാസങ്ങൾക്ക്, ശിർക്കൻ ചിന്താധാരകൾക്ക്, അത്തരത്തിലുള്ള സകല കെട്ട പ്രത്യയശാസ്ത്രങ്ങൾക്കും പണയം വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വിമോചിതരാകുന്നില്ല മനുഷ്യർ. വിമോചിതരാകുന്നത് അപ്പോഴാണ്. അതുകൊണ്ട് പ്രവാചക നിയോഗത്തിന്റെ രീതിശാസ്ത്രം പഠിപ്പിച്ചപ്പോൾ അതിനെ വിലയിരുത്തിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഹർററ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിമോചിപ്പിച്ചു, സ്വതന്ത്രമാക്കി. ഉഖൂലൽ ബശരി, മനുഷ്യന്റെ ബുദ്ധിയെ, ബിവഹീം മിനല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടിയ വഹീന്റെ അടിസ്ഥാനത്തിൽ, മിനൽ ഖുലൂഇലിൽ ഖുറാഫാത്ത്, ഖുറാഫാത്തുകൾക്ക് വിധേയപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചു. ഖുറാഫത്ത് അന്ധവിശ്വാസങ്ങൾ, അത്യാചാരങ്ങൾ, അനാചാരങ്ങൾ, തെറ്റായ വിശ്വാസക്രമങ്ങൾ, തെറ്റായ സിദ്ധാന്തങ്ങൾ, രീതിശാസ്ത്രങ്ങൾ, അത്തരം എല്ലാറ്റിൽ നിന്നും മനുഷ്യബുദ്ധിയെ മോചിപ്പിച്ചു. വിമോചനത്തിന്റെ ആദ്യപടി അതാണ് വിമോചനത്തിന്റെ മർമ്മവും. ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിന് ജീവിക്കുന്ന മുസ്ലിം സമുദായം പോലും അവിടെ ബുദ്ധിയെ ഈ പറയുന്ന അന്ധവിശ്വാസ, അനാചാര, അത്യാചാര, ശിർക്കൻ ചിന്താഗതിയിൽ നിന്ന് വിമോചിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അവർ ശരിക്കും മനസ്സിൽ വിമോചിതരാണ്. അവരുടെ മുകളിൽ ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ പ്രതിസന്ധികളെ ഉണ്ടാകൂ. അതിനെതിരെ അവർ കൂട്ടായ ശ്രമങ്ങൾ നടത്തിയാൽ വഴി തുറന്നു കിട്ടും. അങ്ങനെ ഒരു പാഠം ഖുർആൻ ശരിക്ക് പഠിപ്പിച്ചു. അതുകൊണ്ട് ഈ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. ഈ ആളുകൾ, ഈ പണ്ഡിതന്മാർ പ്രവാചകൻ തിരുനബിയുടെ പ്രവർത്തനത്തെ വിലയിരുത്തി പറഞ്ഞത് മനുഷ്യ ബുദ്ധിയെ എല്ലാവിധ ഖുറാഫത്ത് മോചിപ്പിച്ചു. വദ്ദജിൽ, വഞ്ചനാപരമായ വിശ്വാസക്രമങ്ങൾ, വൽ ഇർത്തിഹാനി ലിൽ അസ്നാം, പ്രതിഷ്ഠകൾക്ക് വിധേയപ്പെടുന്ന, പണയമായി പോകുന്ന, പ്രതിഷ്ഠകളെ ഉപാസിക്കുന്ന അവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചു. വൽ മഅബൂദാത്തിൽ ബാത്തില, മനുഷ്യ ദൈവങ്ങൾ, ദേവതകൾ, കള്ളനാണയങ്ങളായിട്ടുള്ള അത്തരം എല്ലാ ആരാധിക്കപ്പെടുന്ന, അംഗീകരിക്കപ്പെടുന്ന അത്തരം സംവിധാനത്തെ മോചിപ്പിച്ചു. മനുഷ്യ ബുദ്ധിക്ക് വിരുദ്ധമായി വരുന്ന, യുക്തിക്ക് ചേരാത്ത എല്ലാവിധ ആശയങ്ങൾ, അഫ്കാർ, ചിന്തകൾ അതിൽ നിന്ന് മോചിപ്പിച്ചു. മനുഷ്യ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത, ശറഈയായ, ദീനിയായ അടിത്തറയില്ലാത്ത എന്തെല്ലാം ചിന്തകളുണ്ടോ, ചിന്താധാരകളുണ്ടോ, പ്രത്യയശാസ്ത്രങ്ങളുണ്ടോ, ഇസങ്ങളുണ്ടോ, അതിൽ നിന്നും മനുഷ്യന്റെ ബുദ്ധിയെ മോചിപ്പിച്ചു. കൽ ഖൗലി ബി അന്ന ലില്ലാഹി ഇബ്ന മിനൽ ബശർ, അക്കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന പല ഇസങ്ങളും ഇല്ല. അന്ന് ഉള്ളത് മാതൃക വെച്ച് പറയാണ് ക്രൈസ്തവ സമൂഹത്തിന്റെ രീതി പോലെ. അവരെന്താ പറഞ്ഞത്? കൽ ഖൗലി പറഞ്ഞു, ബി അന്ന ലില്ലാഹി ഇബ്ന മിനൽ ബശർ, അല്ലാഹു മനുഷ്യനിൽ നിന്ന് ഒരു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ മനുഷ്യപുത്രൻ ഇതാ സ്വയം ജീവത്യാഗം ചെയ്തിരിക്കുന്നു, ബലിയായിരിക്കുന്നു. ദൂന ഖതീഅത്തിൻ ഔ ദംബിൻ മിൻഹു, ഒരു കുറ്റവും ചെയ്യാത്ത ആ നല്ല മനുഷ്യൻ, അവരുടെ കാഴ്ചപ്പാടിൽ നമ്മൾ പറഞ്ഞ ഈസാ നബിയെ കുറിച്ച് സങ്കല്പമാണ്. ആ വിശുദ്ധനായ മനുഷ്യൻ ജീവൻ ബലി അർപ്പിച്ചിരിക്കുന്നു. ഫിദാനിൽ ബശർ, മുഴുവൻ മനുഷ്യകുലത്തിന്റെയും പാപം ഏറ്റെടുത്തുകൊണ്ട് എന്നാണ്. അങ്ങനെയാണ് ക്രൈസ്തവ വിശ്വാസം. മുഴുവൻ മനുഷ്യന്റെയും പാപങ്ങൾ ഈസയുടെ കുരിശിലേറ്റൽ മുഖേന തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ഈസയിൽ വിശ്വസിച്ച ക്രൈസ്തവരെല്ലാം സ്വർഗത്തിലാണെന്ന്. ഇങ്ങനെയുള്ള മനുഷ്യ ബുദ്ധിക്ക് യോജിക്കാത്ത ചിന്തകളെ വരെ പ്രചരിപ്പിക്കുന്ന അത്രയെല്ലാ ചിന്തയിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കാനാ പ്രവാചകൻ വന്നത് എന്നാണ്. അപ്പൊ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗമനത്തെ കുറിച്ച് പറയാം. അപ്പൊ ആ അടിസ്ഥാനത്തിൽ മനുഷ്യ ബുദ്ധിയെ ഇത്തരത്തിൽ അവന്റെ മേൽ അധീശത്വം സ്ഥാപിക്കുന്ന എല്ലാ തെറ്റായ ചിന്താധാരയിൽ നിന്നും വിമോചിപ്പിച്ചെടുത്ത് അവന് മുകളിൽ അള്ളാഹു മാത്രമുള്ള ക്രമത്തിലേക്ക് കൊണ്ടുപോകലാണ് ഇസ്ലാമിന്റെ വിമോചനം. ഇത് പഠിപ്പിക്കാതെ, ഈ ഘട്ടം കഴിഞ്ഞു പോകാതെ, ഈ മേഖല സ്പർശിക്കാതെ ഒരു പ്രവാചകനും കടന്നുപോയിട്ടില്ല. അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ആ പറയുന്ന രീതിയിൽ ഇസ്ലാമിനെ കാണാൻ, ഉൾക്കൊള്ളാൻ കഴിയാത്ത മുസ്ലിമീങ്ങൾ ഉണ്ടായിപ്പോയ കാലമാണ്. അതാണ് ഈ ദുര്യോഗം. അതുകൊണ്ട് എങ്ങനെയാണ് വിമോചനം സാധ്യമാവുക എന്ന് ചിന്തിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ തെറ്റായ ചിന്താധാരകൾ, അങ്ങനെയുള്ള തെറ്റായ ചിന്താധാരകൾ അഭിരമിക്കുന്ന മുസൽമാന്മാർ, എന്നാലോ അവർ നല്ല നമസ്കാരക്കാരാണ് താനും, അവർ ദീനീ പ്രവർത്തകർ പോലുമാണ്. അങ്ങനെയുള്ള സ്ഥിതിവിശേഷം സംഭവിച്ചിരിക്കുന്ന പുതിയ കാലത്ത് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വെളിച്ചമാവട്ടെ. അതുകൊണ്ട് അത്തരത്തിൽ മുസ്ലിം സമുദായത്തിലെ ദുര്യോഗത്തെ വിലയിരുത്തിക്കൊണ്ട് ഇതേ പണ്ഡിതന്മാർ എഴുതി വെച്ച വാക്യങ്ങൾ കേൾക്കുക. തഖൂമു ബിബിനാഇ ഫിക്രിഹ ദീനി അലാ ഉസസി ഖാരിജൻ നിതാഖിൽ അഖ്ലി വൽ മൻതിഖ്. ഇന്ന് മുസ്ലിം സമുദായത്തിനകത്ത്
മനുഷ്യ ബുദ്ധിക്കും യുക്തിക്കും ഇസ്ലാമിന്റെ അടിസ്ഥാനം യോജിക്കാത്ത കുറെ ചിന്തകൾ പ്രചരിപ്പിക്കപ്പെട്ട ദീനിന്റെ അടിസ്ഥാനത്തിൽ തന്നെ തെറ്റിദ്ധാരണകളിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും കെട്ടുകഥകളിലേക്കും മനുഷ്യരെ നയിക്കുന്ന വാതിലുകൾ തുറന്നു വെച്ച ഒരുപാട് വിശ്വാസങ്ങൾ മുസ്ലിം സമുദായത്തിനകത്തെ കാര്യമാണ് ഈ പറയുന്നത്. പുറത്തുള്ള കാര്യം നിൽക്കട്ടെ, അകത്തുള്ള കാര്യത്തിൽ സംസാരിക്കാം. അതുകൊണ്ട് ഒരുപാട് വാതിലുകൾ തുറന്നു വെച്ചിരിക്കുന്ന അന്ധവിശ്വാസങ്ങളിലേക്ക്, അനാചാരങ്ങളിലേക്ക്, ശിർക്കിലേക്ക്, ബിദ്അത്തിലേക്ക്, തെറ്റായ മനുഷ്യനിർമ്മിത പ്രത്യയ ശാസ്ത്രങ്ങളുടെ ക്രമത്തിലേക്ക് ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നു മുസ്ലിം. ആര് ചെയ്തു വെച്ചു? ഇസ്ലാമിലെ സംവിധാനങ്ങൾ, പണ്ഡിതന്മാർ, സംഘടനകൾ. അങ്ങനെയാണ് അവർ അതിന് തെളിവുകളും കള്ളവാക്കുകളൊക്കെ ഉദ്ധരിച്ചു. അതുകൊണ്ട് എന്തെല്ലാം സംഭവിച്ചു എന്ന് അടിവരട്ട് വരാം. 5 പോയിന്റുകളായിട്ട് വരാം. ഒരു വിഭാഗം ഫൈദാ ബി ഫരീഖിൻ, അപ്പോൾ ഇതാ മുസ്ലിം സമുദായത്തിലെ ഒരു കൂട്ടർ യുഖദ്ദിസു വയുമജ്ജിദുൽ അഷ്ഖാസ്, അവർ ചില വ്യക്തികളെ വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കുന്നു. യുഖദ്ദിസു തഖ്ദീസ്, പരിശുദ്ധന്മാരായി വാഴ്ത്തുക. യുമജ്ജിദു, മജീദ്, മഹത്വപ്പെടുത്തുന്നു. അൽ അഷ്ഖാസ്, വ്യക്തികളെ. ബദലൻ മിൻ തഖ്ദീസി ലില്ലാഹി തആല, അല്ലാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്നവർ, അല്ലാഹുവിനേക്കാൾ പരിശുദ്ധരായ കഴിവുള്ള ആളുകളെ ഇവർ സൃഷ്ടിച്ചിരിക്കുന്നു, സംവിധാനിച്ചിരിക്കുന്നു. അങ്ങനെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് അതിനെതിരെ ചോദ്യം ചെയ്ത ആൾക്കെതിരെ അവർ സംഘടിതമായിട്ട് രംഗത്ത് വരും. കഴിഞ്ഞ 17-ാം തീയതി മിനിഞ്ഞാന്ന് 17/7/24 സംസ്ഥാന ലീഗ് പ്രസിഡന്റിനും ജനറൽ സെക്രട്ടറിക്കും ഒരു കത്ത് സുന്നി യുവജന സംഘം കൊടുത്തിരിക്കുന്നു. ഇന്ന് ആ കത്ത് സോഷ്യൽ മീഡിയയിൽ പ്രകടമായിട്ടുണ്ട്. സുന്നി യുവജന സംഘത്തിന്റെ ചെറുപ്പക്കാർ നൽകിയ പരാതി ലീഗിന്റെ സെക്രട്ടറിയായ PM സലാം സാഹിബിനെതിരെയാണ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ ഇങ്ങനെ പറഞ്ഞത്രേ: നേരിട്ട് പടച്ചോനോട് പറഞ്ഞാൽ പോരെ, എന്തിനാണ് ഇടയാളന്മാർ എന്ന്? ഖുർആൻ ചോദിച്ച ചോദ്യമാണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, മുഖദ്ദിമയിൽ ഓതി വെച്ച സൂക്തം അതാണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. വിശുദ്ധ ഖുർആൻ സൂറ അസ്-സുമർ 36-ാം വാക്യം തുടക്കം. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, നിങ്ങൾക്ക് അല്ലാഹു പോരെ, നിങ്ങൾക്ക് അല്ലാഹു മതിയില്ലേ എന്ന ചോദ്യത്തിന്റെ മലയാളമാണ് ഈ പറഞ്ഞതാണ് വരിയെങ്കിൽ അദ്ദേഹത്തിന്റെ വരി. നേരിട്ട് പടച്ചവനോട് പറഞ്ഞാൽ പോരെ, എന്തിനാണ് ഇടയാളന്മാർ എന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം സുന്നി വിശ്വാസധാരയെ ഇകഴ്ത്തുന്നതും പരിഹസിക്കുന്നതും സുന്നി വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതുമാണ് എന്ന് പരാതി കൊടുത്തത് നടപടി വേണമെന്നാണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഏറ്റവും ലേറ്റസ്റ്റ് ആയ വിഷയം. അപ്പൊ ഒരു സമൂഹം അല്ലാഹു പോരെ നിങ്ങൾക്ക്, എന്തിനിടയാളന്മാർ എന്ന് ചോദിച്ചാൽ ആ ചോദ്യം പോലും ഗുരുതരമായ കുറ്റകൃത്യമായി മാറുന്ന, അതിങ്ങനെ ബുദ്ധിയുള്ള മനുഷ്യന് മുമ്പിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരാവുന്ന പരാതികളായി തീരുന്ന, അതിനെതിരെ നടപടി ആവശ്യപ്പെടുന്ന ക്രമത്തിലേക്ക് എത്തിയെങ്കിൽ ഈ സമുദായം ഇനിയും എവിടെയൊക്കെയോ എത്തണം, നേരെ ചൊവ്വേ ആവണമെങ്കിൽ എന്ന് വിനയപുരസരം പറയണ്ടേ. അതുകൊണ്ട് ഇടയാളന്മാർ, ഔലിയാക്കൾ, മക്ബറയിൽ കുടിയിരുത്തപ്പെട്ടവർ, ജീവിക്കുന്ന കുറെ സംവിധാനങ്ങൾ മരിക്കാൻ കാത്തിരിക്കുകയാണ്. മരിക്കുമ്പോൾ കബറുകൾ, കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പുതിയ കബറുണ്ടായതുപോലെ മരിക്കാൻ കാത്തിരിക്കുന്ന അനുയായികൾ, മരിക്കാൻ കാത്തിരിക്കുന്ന കുടുംബം, അങ്ങനെ ജാറങ്ങളുടെ വരുമാനത്തിൽ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ, അങ്ങനെയൊക്കെയുള്ള ഒരു പുതിയ സംവിധാനത്തിനകത്ത് ജീവിക്കുമ്പോൾ വിമോചനത്തെക്കുറിച്ച് കടൽ കടന്ന കഥ മാത്രം പറഞ്ഞു പോയാൽ പോരാ, അതിനെക്കുറിച്ചതൊക്കെ പറയണം. അതുകൊണ്ട് ഇങ്ങനെ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്നതിന് പകരം വേറെ പലരെയും പരിശുദ്ധപ്പെടുത്തി, എന്നിട്ട് അടക്കി മൂടി സംവിധാനിച്ചു. വീണ്ടും വൈദാബി ഫരീഖിൻ ആഖർ, ഇതാ അവരിൽ വേറൊരു കൂട്ടർ, വൈദാബി ഫരീഖിൻ വേറൊരു കൂട്ടർ അവരെന്ത് ചെയ്യുന്നു? യുഖദ്ദിസു കലാമൽ ബശരി വരിവായാത്തിഹി, മനുഷ്യന്റെ വാക്കുകളെ, മനുഷ്യന്റെ റിവായാത്ത്, ഉദ്ധരണങ്ങളെ അവർ പരിശുദ്ധപ്പെടുത്തിയിരിക്കുന്നു. അക്സറ മിൻ തഖ്ദീസിഹി ലികിതാബില്ലാഹി തആല, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ വചനങ്ങളെക്കാൾ. അള്ളാഹ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ തയ്യാറല്ല. അള്ളാഹിന്റെ കിതാബിലെ വാചകങ്ങൾ, നിലനിൽക്കുന്ന വാചകങ്ങൾ അന്നും ഇന്നും അതിന് മാറ്റം ഉണ്ടാവില്ല. ലാ തബ്ദീല ലികലിമാത്തില്ല, അത് മാറൂല. പക്ഷേ അതിന് വിലയില്ല. തിരുനബിയുടെ സഹീഹായ ഹദീസിലെ വാക്യങ്ങൾക്ക് വിലയില്ല. മറിച്ച് വേറെ കുറെ ആളുകളുടെ വാക്യങ്ങളെ പരിശുദ്ധപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അവര് പറഞ്ഞതാണ് ദീൻ, കിതാബും സുന്നത്തും ദീനല്ലെന്ന്, അത് അടിസ്ഥാനമല്ലെന്ന്. അങ്ങനെ വന്നിരിക്കുന്നു. മൂന്നാമത് വീണ്ടും വൈദാബി ഫരീഖിൻ സാലിസ്, മൂന്നാമതൊരു കൂട്ടർ സമുദായത്തിനകത്ത് യുഅ്മിനു ബിൽ ഖുറാഫാത്തി വൽ ഔഹാമി വൽ അസാതീർ, അവർ കെട്ടുകഥകളിലും അന്ധവിശ്വാസങ്ങളിലും തെറ്റായ മിഥ്യാധാരണകളിലും അഭിരമിച്ചു കൊണ്ടിരിക്കുന്നു, അതിൽ വിശ്വസിക്കുന്നു. അക്സറ മിൻ ഈമാനിഹി ബിശ്ശറ, അല്ലാഹുവിന്റെ ശരീഅത്തിനേക്കാൾ അവർക്ക് വിശ്വാസം അതില്ല. ഖുർആനിനോട് അഖീദയിൽ വിശ്വാസമില്ല.
അതിനേക്കാൾ വിശ്വാസം ഖുറാഫാത്ത്, ഇൻഹിറാഫാത്ത്, ബിദ്അത്ത്, ശിർക്ക്, ഔഹാം, അസാത്തീർ. വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കേണ്ട വാക്യങ്ങളാ. അതുപോലെ തന്നെ വൽ അഖ്ല വൽ മൻതിഖ്, ബുദ്ധിക്കും യുക്തിക്കും ചേരാത്ത കാര്യങ്ങൾ അവർ വിശ്വസിക്കുന്നു. ബുദ്ധിക്കും യുക്തിക്കും ചേരുന്ന മനുഷ്യനെ സൃഷ്ടിച്ച നാഥൻ നൽകിയ മനുഷ്യന് ഏറ്റവും ഫിറ്റായ ഈ ആദർശ ക്രമത്തെ അവർക്ക് പരിശുദ്ധപ്പെടുത്താൻ കഴിയുന്നില്ല. അതിനവർ സംസാരിക്കില്ല. വീണ്ടും വൈദാവി ഫരീഖ് റാബി, നാലാമത് കൂട്ടർ, ഔലിയാക്കളെ കൊണ്ട് തബറുക്ക് എടുക്കുന്നു, ബർക്കത്ത് നേടാൻ. അപ്പൊ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഔലിയാക്കൾ, മരിച്ചുപോയ ഔലിയാക്കൾ, അവരുടെ സാമീപ്യം നേടാൻ അവിടെ പോയി അടയിരിക്കുന്നവർ, അവിടെ നിസ്കരിക്കുന്നവർ, ഓതുന്നവർ, ഇരിക്കുന്നവർ, ദിക്റുന്ന ഉപാസകർ, അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ. അതുപോലെ തന്നെ വയൽജൗലയും, അവരിലേക്ക് അഭയം തേടുക, തങ്ങൾക്ക് വന്നു ഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി, തട്ടുതടസ്സങ്ങൾ നീങ്ങാൻ, വിഘ്നങ്ങൾ തീർക്കാൻ. അപ്പുറത്തെ മതത്തിൽ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ സമാനമായി ഇവിടെയും പ്രയോഗങ്ങളുടെ മാറ്റങ്ങളേ ഉള്ളൂ. അങ്ങനെയൊക്കെ അവർ അഭയം തേടുന്നു. അള്ളാഹുലേക്കുള്ള സാമീപ്യവും അള്ളാഹുലേക്കുള്ള അഭയവും തേടുന്നതിന് പകരം അതിനേക്കാൾ അവർ അങ്ങോട്ട് തേടും. അതുകൊണ്ട് വീഴാൻ പോകുമ്പോൾ അള്ളാഹിനെ വിളിക്കുന്നതിന് അപ്പുറത്തെ ആളെ വിളിക്കും. മോളെ കല്യാണം നടന്നു കിട്ടാൻ, ബിസിനസ് ശരിയാവാൻ, മകന്റെ പ്രശ്നങ്ങൾ തീരാൻ, മരുമോള് നന്നാവാനൊക്കെ അവിടേക്ക് പോകും. അങ്ങനെയാണ് അഭയം തേടുന്ന കേന്ദ്രങ്ങൾ മാറി. 4 വിഭാഗത്തെ കുറിച്ച് പറഞ്ഞ 4 വളരെ കൃത്യ. ഇതെല്ലാം സംഗതി ഒന്ന് തന്നെ. ഇത് സംഭവിക്കുന്നു. 5ാമത് ഇനി നമ്മൾ പഠിക്കേണ്ടുന്ന അടുത്ത വിഷയമുണ്ട്. 5ാമത് ഹുനാക്ക മജ്മുഅത്തുൻ, വേറൊരു കൂട്ടരുണ്ട്. അവർ ഈ ഖബറിന്റെ ഉപാസകരല്ല പലപ്പോഴും, അല്ലെങ്കിൽ ആ ഉള്ളവരുമാവാം, അല്ലാത്തവരുമുണ്ട്. അത്തരം ശിർക്കിന് രക്ഷപ്പെട്ട കൂട്ടർ നമ്മുടെ ഇവിടെ സാമൂഹിക ക്രമത്തിൽ ധാരാളമായിട്ട് കാണാം. ഹുനാക്ക മജ്മുഅത്തുൻ ഉഖ്റ, വേറൊരു കൂട്ടരുണ്ട് കേട്ടോ. തതബന്നാ ഐഡിയോളജിയ മിൻ സുനിൽ ഇൻസാനി കമസലിൽ അഅല, മനുഷ്യ നിർമ്മിത ഐഡിയോളജികൾ, പ്രത്യയശാസ്ത്രങ്ങൾ അവർ ഏറ്റവും ഉന്നതമായിട്ട് കാണുന്നു. മനുഷ്യരുണ്ടാക്കിയ ഈസങ്ങൾ, മനുഷ്യ നിർമ്മിത പ്രത്യയശാസ്ത്രങ്ങൾ, അതിനവർ ആ ഐഡിയോളജിയെ മിൻ സുനിൽ ഇൻസാൻ, മനുഷ്യ നിർമ്മിച്ച ഈ മനുഷ്യ പ്രത്യയശാസ്ത്രങ്ങളെ ഉന്നതമായിട്ട് കാണുന്നു. അപ്പോൾ വാദിച്ചു കൊണ്ടിരിക്കും അന്നഹും മുസ്ലിമൂൻ, അവർ മുസ്ലിമീങ്ങളാണെന്ന്. മുസ്ലിമീങ്ങളാണെന്ന് വാദിക്കുക, പള്ളിയിലൊക്കെ വരിക, ജുമ ജമാഅത്ത് നിർവഹിക്കുക, പള്ളി കമ്മിറ്റിയിൽ അംഗമാവുക, മറ്റു സേവനങ്ങളൊക്കെ ചെയ്യുക, ഹജ്ജിനും ഉംറക്കൊക്കെ പോവുക. പക്ഷേ അവർ ഉത്തമമായി കാണുന്നത് മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രം, അള്ളാന്റെ ദീനിനെയല്ല. അങ്ങനെ ഒരു കൂട്ടർ വഹും യുഅ്മിനൂന ഫി ഇഅ്തിഖാദാത്തിൻ, അവർ ചില ആദർശങ്ങൾ വിശ്വസിക്കുന്നവരാണ്. ബുനിയത്ത് അലാ ലന്നിൽ ജാഹിലിയ്യ, ആ ആദർശങ്ങൾ പടുത്തുയർത്തിയ ലന്നുൽ ജാഹിലിയ്യ, അനിസ്ലാമികമായ ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വഹവൻ നഫ്സ്, മനുഷ്യന്റെ താല്പര്യങ്ങൾ, അവന്റെ ഇച്ഛ, അതാണ് അടിസ്ഥാനം. അപ്പൊ അതുകൊണ്ട് ഇസങ്ങളുടെ അടിസ്ഥാനം അനിസ്ലാമികമായ ഊഹങ്ങളാണ്. ലന്നുൽ ജാഹിലിയ്യ, ഇസങ്ങളുടെ അടിസ്ഥാനം ഹവൻ നഫ്സാണ്, മനുഷ്യന്റെ ഇച്ഛകളാണ്. അവനെ നോക്കി കണ്ടപ്പോ ഇതാണ് ശരിയെന്ന് തോന്നി, അങ്ങനെ ഈസം എഴുതിയുണ്ടാക്കി. അങ്ങനെ തത്വശാസ്ത്രങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും മൂലധനങ്ങളൊക്കെ ഉണ്ടായി തീർന്നു. അങ്ങനെയാണ് അതിന്റെ അടിസ്ഥാനം മനുഷ്യന്റെ പ്രത്യയശാസ്ത്രങ്ങൾ, ക്യാപിറ്റലിസം, കമ്മ്യൂണിസം, സെക്യുലറിസം, ലിബറലിസം, അങ്ങനെ ഈസങ്ങൾ. ആ ഈസങ്ങൾ മനുഷ്യന്റെ അനിസ്ലാമിക ചിന്തയിൽ നിന്നുണ്ടായതാണ്. ലന്നുൽ ജാഹിലിയയാണ്, അനിസ്ലാമികമായ ഊഹങ്ങളാണ്. ഹവൻ നഫ്സ്, മനുഷ്യന്റെ ഏതാനും ആളുകളുടെ ഇച്ഛകളാണ്. അതിന് പരമമായി അതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നു ആളുകൾ, മുസ്ലിങ്ങളായിരിക്കെ തന്നെ. അതുകൊണ്ട് സഹോദരന്മാരെ, അത്തരം 5ാമതൊരു കൂട്ടരുമുണ്ട്. ഈ കൂട്ടരെല്ലാം അടിമകളാണ്. അവർ വിമോചിതർ. അവർ മുഹറത്തിൽ നോമ്പെടുത്തത് കൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവർക്ക് ഇസ്ലാമിന്റെ വിമോചന പാഠവും പഠിഞ്ഞില്ല. അവർ പ്രവാചകന്മാരുടെ പ്രവർത്തന രീതി ഇത്ര കാലം ഖുർആൻ ഖത്മ് തീർത്തിട്ടും മനസ്സിലായില്ല. അവർ തിരുനബിയോട് ഹുബ്ബുള്ളവരായിരിക്കെ തന്നെ ഹബീബിന്റെ വിമോചന പ്രത്യാസം പഠിച്ചില്ല. ഇത് സംഭവിച്ച ഇത് ദുരന്തമാണ്. ഈ ദുരന്തം എന്താണെന്ന് പോലും മനസ്സിലാകാതെ ഇത് പറയുമ്പോൾ പറയുന്ന ശബ്ദങ്ങളോട് വെറുപ്പ് മാത്രം മനസ്സിൽ കൊണ്ടു നടക്കാൻ പഠിച്ച നിസ്കാരത്തഴമ്പുകാർ. ഈ കാലഘട്ട ദുര്യോഗം അത്രമേൽ ഗുരുതരമാണ്. ഇത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങൾ അറിയണം, പണ്ഡിതന്മാർ പറയാ, ഇസ്ലാം വന്നത് നിങ്ങളുടെ മനസ്സിനെ ഇങ്ങനെ പങ്കുവെച്ചു കൊടുക്കാനല്ല. അള്ളാഹുവിനെ വിധേയപ്പെടുത്തേണ്ടത് മനസ്സിനെ ഔലിയാക്കന്മാർക്ക് പങ്കുവെച്ചു കൊടുത്തവർ. അതുകൊണ്ട് അല്ല പോരാ, അലൈസല്ലാഹു ബികാഫിൻ, അല്ല പോരെ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു ഖുർആൻ, വിശുദ്ധ ഖുർആൻ ചോദിക്കുക. എന്നിട്ടോ റസൂലിനോട് അല്ലാഹ് പറയാ, വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനി, അല്ലാഹ് അല്ലാത്തവരെ കാണിച്ച് അവർ താങ്കളെ പേടിപ്പെടുത്തും. ലാത്ത ഉസ്സ മനാത്തമാർക്കെതിരെ പറഞ്ഞാൽ അങ്ങനെ പ്രശ്നം ഉണ്ടാകും, നിനക്കിങ്ങനെ ദുരന്തം വരും.
ഇന്ന ഖബർ പൊളിച്ചാൽ ഇന്ന പ്രശ്നം ഉണ്ടാകുന്നൊക്കെ അവർ പറഞ്ഞു. ഹബീബായ റസൂലുള്ള മക്കം ഫത്തിലെന്ന് എല്ലാ വിഗ്രഹങ്ങളെയും തച്ച് തകർത്ത് ഉടച്ച് മക്കക്കാർ വേസ്റ്റ് കൊട്ടുന്നിടത്ത് കൊണ്ടുപോയി കൊട്ടി. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അടിയിലുള്ള തോട്ടിലല്ല കൊട്ടിയത്, വേസ്റ്റ് കൊട്ടുന്ന സ്ഥലത്താണ് കൊണ്ടുപോയിട്ട്. നമുക്ക് കെട്ടാൻ വേസ്റ്റ് കൊട്ടാൻ നമ്മുടെ ജലാശയങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ആ സഹോദരനെ കൊന്നിൽ നമുക്കൊക്കെ പങ്കുണ്ട്. ഒഴുകിയുള്ള എല്ലാ നീർച്ചാലുകളും മാലിന്യക്കുഴികളാക്കി മാറ്റിയവർ. വലിയ ഫ്ളാറ്റിൽ താമസിക്കുന്ന കളമശ്ശേരിയിലെ വലിയ ഫ്ളാറ്റിൽ 356 എണ്ണം ഛർദ്ദി അതിസാരം പിടിപെട്ടു. കുടിക്കുന്ന വെള്ളത്തിൽ ഇക്കോളി ബാക്ടീരിയ, മലത്തിലെ ബാക്ടീരിയ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ വലിയ പരിഷ്കാരികളാണ്, ഫ്ളാറ്റിലാ താമസം. പക്ഷെ കുടിക്കുന്ന വെള്ളം വൃത്തികെട്ട വെള്ളം. ഇത്രത്തോളം ഒരു പ്രബുദ്ധ കേരളം തരംതാഴ്ന്നു പോയ ഈ അവസ്ഥയുണ്ട് ഇവിടെ. അത് കൂട്ടത്തിൽ മനസ്സിലാക്കാൻ പറഞ്ഞതാ. പക്ഷെ ഇവിടെ വേസ്റ്റ് കൊട്ടുന്ന ഒരു വിദൂരമായ സ്ഥലമുണ്ട് മക്കയിൽ. മക്കക്കാര് വേസ്റ്റ് കൊട്ടുന്ന വേസ്റ്റ് പൂനയിലേക്ക് ഇബ്രാഹിം ഇസ്മായിൽ അലൈഹിമാസ്സലാം അവിടെ പേരുള്ള വിഗ്രഹങ്ങൾ വരെ തച്ച് തകർത്ത് വാരി കെട്ടിക്കൊണ്ടുപോയിട്ട് അടുത്ത കൽപ്പന ഉയർന്നിരിക്കുന്ന എല്ലാ ഖബറും നിരപ്പാക്കാനാണ്. അതുകൊണ്ട് ജസീറത്തുൽ അറബിന്റെ മക്ക മദീന സംവിധാനത്തിന്റെ പരിസരം മൊത്തം പൊക്കിവെച്ച സകല ഖബറും അടിച്ചു നിരപ്പാക്കി. ഇത് മനസ്സിലായില്ല ഹബീബിനെ സ്നേഹിക്കുന്ന കൂട്ടർ. അപ്പോ അത്തരത്തിൽ ഒരു പ്രവർത്തനം നടത്തിയിട്ട് ഇവര് മുമ്പ് പറഞ്ഞ യുഹവ്വിഫൂനക്ക്, അവർ നിന്നെ പേടിപ്പിക്കാണ്. ബില്ലദീന മിൻ ദൂനി, അല്ലാഹനെ വിട്ട് അവർ പരിശുദ്ധപ്പെടുത്തിയ ഈ പറയുന്ന ഇടയാളന്മാർ, പുണ്യപുരുഷന്മാർ, അപ്പോസ്തലന്മാർ, പരിശുദ്ധാത്മാക്കൾ, ഔലിയാക്കൾ എന്നൊക്കെ പറഞ്ഞ ഈ ആളുകളെ വെച്ച് അവർ തങ്ങളെ ഭയപ്പെടുത്തുന്നു. പക്ഷേ ആയത്തിന്റെ ബാക്കി ഭാഗം സൂറ 36 വചനം, ആരെ അല്ലാഹു വഴികേടിലാക്കിയോ ഫമാലഹു മിൻ ഹാദ്, അവരെ മാർഗദർശനം ആരുമില്ല കേട്ടോ. അതുകൊണ്ട് വഴികേടിലായ മുസ്ലിം സമുദായമേ, നിങ്ങൾ വഴികേടിൽ തന്നെയാണ്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്ന വിമോചനത്തിന്റെ പാഠം നേരെ ചൊവ്വേ പഠിച്ചെടുത്ത് മാറാൻ നിങ്ങൾ തയ്യാറില്ലാത്ത കാലത്തോളം നിങ്ങൾ ദലാലത്തിലാണ് എന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുക. അതുകൊണ്ട് അല്ല പോരാ, ഈ കൂട്ടർക്ക് അല്ല പോരാ. അതുകൊണ്ട് അല്ല പോരെ, നേരിട്ട് പടച്ചോണ്ട് പറഞ്ഞാൽ പോരെ എന്ന് ഒരാൾ ചോദിച്ചാൽ, എന്തിനാണ് ഇടയാണെന്ന് ചോദിച്ചാൽ ചോദിച്ച ആൾക്കെതിരെ പരാതി കൊടുക്കും. ഇത് ഈ സമുദായത്തിനോട് ശീലമാണ്. അത്രത്തോളം ശക്തമാണ് ഈ പറയുന്ന ലലാലത്തിന്റെ സംവിധാനങ്ങൾ എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹു പ്രവാചകനെ പറഞ്ഞത് എന്തിനു വേണ്ടിയാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്ന ഭാഗം സൂറ അൽ-മാഇദ 42 വചനം, വഅൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ്, പ്രവാചകരെ നാം താങ്കൾക്ക് ഈ ഗ്രന്ഥം സത്യത്തോടെ ഇറക്കി തന്നിരിക്കുന്നത് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനൽ കിതാബ്, മുമ്പുള്ള വേദങ്ങളെ മുഴുവൻ ശരിവെക്കുന്നതായിട്ടാണ്. അതിലെ ശരികളെ ശരിയായും തെറ്റിനെ തെറ്റായും കാണിക്കുന്നതായിട്ടാണ്. വമുഹൈമിൻ അലൈഹി, അതിനുമേൽ മേൽനോട്ടം വഹിക്കുന്ന കാര്യദർശിയാണ്. അഥവാ ആ വേദങ്ങളിലെ തെറ്റുകളെ, ഇല്ലായ്മകളെ, കള്ളത്തരങ്ങളെ, കടത്തിക്കൂട്ടലിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള സ്കെയിൽ ഖുർആനാണ്. അതാണ് ഖുർആന്റെ ആധികാരികത. അതാണ് മുസദ്ദിഖനോ മുഹൈമൻ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് ഫൗക്കും ബൈനഹുമാ അൻസലല്ലാഹ്, അല്ലാഹ് ഇറക്കിയ കിതാബിനനുസരിച്ച് നിങ്ങൾ വിധി തീർപ്പ് കൽപ്പിക്കാവൂ. അഥവാ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളിലും അള്ളാന്റെ കിതാബായിരിക്കണം നിങ്ങളുടെ മാനദണ്ഡം. ജീവിതത്തിന്റെ മുഴുവൻ വിഷയങ്ങളിലും അള്ളാന്റെ കിതാബായിരിക്കണം ഹാക്കിം എന്ന് പഠിപ്പിച്ചിടത്ത് നിസ്കാരവും ആരാധനയും ആഘോഷവും ജനനവും മരണവും വിവാഹവും അള്ളാഹുവിന്റെ കിതാബ് അനുസരിച്ച്, ബാക്കി നമ്മുടെ പ്രത്യയശാസ്ത്രം, ബാക്കി നമ്മുടെ പാർട്ടി തത്വശാസ്ത്രം, നമ്മുടെ പാർട്ടി മാനിഫെസ്റ്റോ, നമ്മുടെ നേതാക്കന്മാരുടെ വർത്തമാനങ്ങൾ, അവർ രചിച്ച ഊഹങ്ങൾ അധിഷ്ഠിതമായ ലന്നുൽ ജാഹിലിയ്യ വ ഹവൻ നഫ്സ്, അനിസ്ലാമിക ഊഹങ്ങളുടെയും ദേഹചരിത്രത്തിൽ രചിച്ച ഗ്രന്ഥങ്ങളും അതിന്റെ അതിന്റെ ലേഖനങ്ങളും, ഇതൊക്കെയാണിപ്പോൾ നമസ്കാരക്കാരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയല്ല, അള്ളാഹ് അതിനല്ല ഇറക്കിയത്. വലാ തത്തബിഅ അവരുടെ ഇച്ഛയെ നീ പിൻപറ്റാൻ പാടില്ല. നിങ്ങൾ മുസൽമാന്മാരാണോ എങ്കിൽ ആരോ എഴുതി വെച്ച താല്പര്യങ്ങളുടെ പിറകെയല്ല നിങ്ങൾ പോകേണ്ടത്, അള്ളാഹ് നൽകിയ ഗ്രന്ഥത്തിന്റെ പിറകെയാണ് സഞ്ചരിക്കേണ്ടത് എന്നാണ്. ഇനിയും മനസ്സിലാകാതെ പോകാൻ ന്യായമുണ്ടോ? വളരെ കൃത്യം. വലാ തത്തബിഅ ഹുവാഹും അമ്മാ ജാഅക മിനൽ ഹഖ്, നിങ്ങൾക്ക് വന്ന് കിട്ടിയ സത്യത്തിനപ്പുറത്ത് അവരുടെ ഇച്ഛകൾ, ഊഹങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിൽ എഴുതി തയ്യാറാക്കിയ മാനിഫെസ്റ്റോന്റെ പിറകെയല്ല നിങ്ങൾ പോകേണ്ടത്. ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅതൻ വ മിൻഹാജ, അടിവരായിട്ട് പഠിക്കണം. ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅതൻ വ മിൻഹാജ, നിങ്ങൾ ഓരോരുത്തർക്കും നാം ശരീഅത്തും മൻഹജും, നിയമക്രമങ്ങളും കർമ്മമാർഗങ്ങളും നിശ്ചയിച്ചു. ശിർഅതൻ വ മിൻഹാജ വലൗ ശാ അല്ലാഹു ലജഅലകും ഉമ്മത്തൻ വാഹിദ, അള്ളാഹ് ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങളൊക്കെ ഒറ്റ ജനതയാക്കി എല്ലാവരും ഒരേ വിശ്വാസം സ്വീകരിക്കുന്ന, ഒരേ ആദർശത്തിന്റെ, ഒരേ കിതാബിന്റെ, ഒരേ പ്രവാചകന്റെ
ഒരേ കർമ്മ മാർഗത്തിലാകുമായിരുന്നു. അങ്ങനെ അല്ലാഹ് ആക്കിയില്ല. കാരണം വലാകിൻ ലിയബ്ലുവകും ഫീമാ ആതാകും, നിങ്ങൾക്ക് നൽകിയ ഈ ഗ്രന്ഥം വെച്ച് നിങ്ങളെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. പരീക്ഷണമാണ് കൂട്ടരെ. ശരിയായ ഇസ്ലാം മനസ്സിലാക്കി ജീവിക്കുമോ? അതല്ല ഈ പറഞ്ഞ 5 കൂട്ടരെ പറഞ്ഞില്ലേ, സമുദായത്തിലെ 5 കൂട്ടർ, ഔലിയാക്കളെ പിറകെ പോകുന്ന, തഖർറുബ് എടുക്കുന്ന, ജാറത്തിൽ ചെല്ലുന്ന, ചില ആളുകളുടെ വാക്യങ്ങളെ അള്ളാഹിന്റെ വാക്യത്തെക്കാൾ മഹത്വപ്പെടുത്തുന്ന, അങ്ങനെ പോയ കൂട്ടർ ഒടുവിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ തത്വശാസ്ത്രം കൈവിട്ടിട്ട് ഏതാനും ആരാധന അള്ളാഹ്ക്ക് കൊടുത്തിട്ട് ബാക്കിയൊക്കെ നമ്മുടെ ഇഷ്ടാനുസാരം പലതിന്റെയും പിറകെ പോകുന്ന കൂട്ടർ. ഈ 5 കൂട്ടരെ വിളിച്ച് പറയാ, നിങ്ങളെ പരീക്ഷിക്കുക. അള്ളാഹ് പരീക്ഷിക്കുന്നത്. ഈ പരീക്ഷയിൽ വിജയിച്ചവൻ വിജയിച്ചു. ഇവിടെ പരാജയപ്പെട്ടവന് സിറാത്ത് പാലം കടക്കാൻ റക്അത്തിന്റെ എണ്ണം മതിയാവില്ല, സ്വലാത്തിന്റെ ദിക്റിന്റെ എണ്ണം മതിയാവില്ല. വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുക. വലാകിൻ ലിയബ്ലുവകും ഫീമാ ആതാകും, അള്ളാഹു നിങ്ങൾ നൽകിയ ഖുർആൻ, അതിന്റെ വിശദീകരണമായ തിരുചര്യ, അത് വെച്ച് അത് നിങ്ങളെ പരീക്ഷിക്കുക. അതുകൊണ്ട് അത് രണ്ടും നേരെ പഠിച്ചെടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി തീരുമാനങ്ങൾ ഉണ്ടാവണം. അപ്പൊ നിങ്ങൾ വിമോചനത്തിന്റെ പാതയിലാകും. അല്ലാത്തവർ എത്ര മുഹറം കഴിഞ്ഞു പോയാലും വിമോചിതരാവില്ല ഈ കൂട്ടർ. ഫസ്തബിക്കുൽ ഖൈറാത്ത്, അതുകൊണ്ട് കാര്യങ്ങൾ നേരെ പഠിച്ചെടുത്ത് ഫസ്തബിക്കുൽ ഖൈറാത്ത്, ഈ നന്മയുടെ മാർഗത്തിൽ മത്സരിച്ച് മുന്നേറും, സ്വർഗത്തിലെത്തും. അതാണ് സ്വർഗത്തിലെ പാത. ഇലല്ലാഹി മർജിഉക്കും. നിങ്ങൾ തയ്യാറല്ലെങ്കിലോ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാര്യങ്ങൾ വരും അതിന്റെ വഴിക്ക്. ഇലല്ലാഹി മർജിഉക്കും ജമീഅ, നിങ്ങൾ എല്ലാവരെയും അല്ലാഹുവിലേക്ക് മടക്കും. എന്നിട്ടോ ഫയുനബ്ബിയുക്കും ബിമാ കുൻതും ഫീഹി തഖ്തലിഫൂൻ, നിങ്ങൾ അഭിപ്രായ വ്യത്യാസം പറഞ്ഞ് വിയോജിച്ച് നിങ്ങളുടെ ഇഷ്ടവും താല്പര്യവും പറഞ്ഞ് ആരോ നിങ്ങളെ നയിച്ച വഴിക്കൊക്കെ പോയില്ലേ, അങ്ങനെ ഇഖ്തിലാഫ് ഉണ്ടായ കാര്യത്തിൽ കൃത്യമായിട്ട് അല്ലാഹു വിധി തീർപ്പ് കൽപ്പിക്കും. അവിടെ അല്ലാഹു ഫയുനബ്ബിയുക്കും, നിങ്ങൾ അറിയിക്കും, ബിമാ കുൻതും ഫീഹി തഖ്തലിഫൂൻ, ഏത് വിഷയത്തിലാണോ നിങ്ങൾ ഭിന്നിച്ചത്, ഇസ്ലാമിന്റെ മാർഗ്ഗം എവിടെ നിങ്ങൾ തെറ്റിയോ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അല്ലാഹു വിധി പറയും. നമുക്ക് അവിടെ വെച്ച് കാണാം ഇൻഷാ അല്ലാഹ് എന്നതിനർത്ഥം. അവിടെ വെച്ച് കാണാം, ഇത് പഠിപ്പിക്കുക, അവിടെ വെച്ച് കാണാം. അതുകൊണ്ട് അന്ന് സഹോദരന്മാരെ ഹബീബി ആയത്ത് ഉദ്ധരിച്ചിട്ട് ജനസമൂഹത്തോട് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം നടത്തുമ്പോ അവിടെ ശരീഅത്തുകൾ മാത്രമേ ഉള്ളൂ, അവിടെ ഈസങ്ങളില്ല. അവിടെ അപ്പുറത്ത് ക്രൈസ്തവ മതം, യഹൂദ മതം, മക്കയിൽ ബഹുദൈവ ആരാധന, പരിസരത്തും അങ്ങനെ തന്നെ, ത്വായിഫ് ഉൾപ്പെടെ റോമിലും പേർഷ്യയിലുമൊക്കെ ബഹുദൈവ ആരാധനാക്രമങ്ങൾ. അതുകൊണ്ട് അന്ന് മതങ്ങളുടെ പേരിൽ ശരീഅത്തുകൾ മാത്രമേ ഉള്ളൂ. എല്ലാ മതങ്ങൾക്കും ശരീഅത്തുണ്ട്. ക്രൈസ്തവനും ഹൈന്ദവനും യഹൂദനും അതിന്റെ ഭാഗമായി വന്ന ഉത്ഭവിച്ച മറ്റേതെല്ലാം ഉണ്ടോ, സിഖ്, ജിന, ബുദ്ധ സംവിധാനം ഉൾപ്പെടെ അതിനൊക്കെ അതിൻ്റെതായ ശരീഅത്തുണ്ട്. അതാണ് ശിർഅത്ത്. ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅത്തൻ വമിൻഹാജ. ഓരോ വിഭാഗത്തിൽ ശരീഅത്ത് മതങ്ങൾക്കാ. എന്നാൽ മൻഹജ് ആർക്കാ? മൻഹജ് ആർക്കെന്ന് പഠിക്കണം. എന്താണ് മൻഹജിന്റെ അർത്ഥം? മിൻഹാജ എന്നാണ് അത്വരീഖ്, വഴി എന്നാണ്. മൻഹജ് വഴി, ഹുവ തരീഖു നഹജ്, ഒരു കർമ്മമാർഗം, ഒരു ജീവിത രീതി, ഒരു കാഴ്ചപ്പാട്, ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെതായ കാഴ്ചപ്പാട്, അതാണ് മൻഹജ്. അത് മതങ്ങളുടേതല്ല. മതങ്ങൾക്ക് ശരീഅത്താ, വിശ്വാസവും ശരീഅത്തും. മൻഹജിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ ഭാഗ്യം അൽ മിൻഹാജു അത്വരീഖുൽ വാദി, വ്യക്തമായ കർമ്മ വഴിയാണ് വസീലത്തുൻ മുഹദ്ദദത്തുൻ തുവസ്സിലു ഇലാ ഗായത്തിൻ മുഅയ്യന, നിർണിതമായ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി തീരുമാനിച്ച വഴിത്താര കൃത്യമാണ്. അതുകൊണ്ട് ഇവിടെ സോഷ്യലിസ്റ്റ് ക്രമം വരണം, തൊഴിലാളികളുടെ വർഗ ആധിപത്യം വരണം, അല്ലെങ്കിൽ മുതലാളിത്ത ക്രമം ഉണ്ടാവണം, ലിബറലിസ്റ്റ് ചിന്തയുണ്ടാവണം, അല്ലെങ്കിൽ സെക്യുലറിസ്റ്റ് മതനിരാസ കാഴ്ചപ്പാട് വരണം എന്ന് ലക്ഷ്യമാക്കിയിട്ട് അതിലേക്കുള്ള വഴിയെ നേരെ ചൊവ്വെ ക്ലിപ്തപ്പെടുത്തി നിർണയിച്ചു പോകുന്ന ആളുകൾ, അതാണ് മൻഹജ്. അങ്ങനെ വരുമ്പോൾ മൻഹജ് ഈസങ്ങളാണ്. നബിയുടെ കാലത്ത് ഈസങ്ങളില്ല, അന്ന് മതങ്ങളെ ഉള്ളൂ. ഇന്ന് നമ്മുടെ മുമ്പിൽ മതങ്ങളും ഇസങ്ങളും ഭീഷണിയാണ്, നമ്മുടെ ഇസ്ലാമിന് ഭീഷണിയാണ്, നമ്മുടെ വിശ്വാസത്തിന് ഭീഷണിയാണ്. തിരിച്ചറിയാൻ കഴിയാത്തവർ അബദ്ധത്തിൽപ്പെടും. അതുകൊണ്ട് വസീലത്തുൻ മുഹദ്ദദ, ക്ലിപ്തപ്പെട്ട കർമ്മമാർഗമാണ്. തുവസ്സിലു ഇലാ ഗായത്തിൻ മുഅയ്യന, നിർണിതമായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന. മജ്മൂഅത്തി അഫ്കാരിന മുബാദിൻ മുർത്തബിതത്തിൻ വ മുനല്ലമ, സംഘടിതമായ സംവിധാനത്തിലൂടെ, ഏകോപിച്ച ചിന്തയിലൂടെ, കൃത്യമായ പ്രവർത്തന മാർഗത്തിലൂടെ ഒരു ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സംവിധാനിച്ച കർമ്മമാർഗമാണ് മൻഹജ്. എങ്ങനെയെങ്കിൽ അത് ഈസങ്ങളാണ്. പുതിയ കാലത്തെ പ്രത്യയശാസ്ത്രങ്ങൾ, കമ്മ്യൂണിസം, ക്യാപിറ്റലിസം, സെക്യുലറിസം, ലിബറലിസം, സോഷ്യലിസം എന്നിങ്ങനെ പറഞ്ഞ ഈസങ്ങൾ കർമ്മമാർഗങ്ങളാണ്. അവർക്ക് ആശയങ്ങളുണ്ട്, ആദർശമുണ്ട്. മതനിരാസമാണ് ആദർശത്തിന്റെ അടിത്തറ. പിന്നെ അവർക്ക് സാമ്പത്തിക കാഴ്ചപ്പാടുണ്ട്. കമ്മ്യൂണിസ്റ്റ് സാമ്പത്തിക വീക്ഷണം, ക്യാപിറ്റലിസ്റ്റ് സാമ്പത്തിക വീക്ഷണം, അങ്ങനെയുണ്ട്. പിന്നെ അവർക്ക് ജീവിത രീതികൾ, ലിബറൽ ചിന്താഗതി അങ്ങനെയാണ്. ലിബറലിസ്റ്റ് വീക്ഷണങ്ങൾ, സെക്യുലറിസ്റ്റ് വീക്ഷണം, അൾട്രാ സെക്യുലറിസ്റ്റ്, അൾട്രാ ഫെമിനിസ്റ്റ്, അൾട്രാ ലിബറലിസ്റ്റ്,
വീക്ഷണങ്ങൾ, അത് മൻഹജ. ഈ ശിർഅത്തും മിൻഹാജും ഉണ്ട് ഇവിടെ. ആ ശിർഅത്തും മിൻഹാജും മാറിയിട്ട് അള്ളാന്റെ കിതാബും ശരീഅത്തും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിമോചിതരാവില്ല എന്ന് പഠിപ്പിക്കുന്ന ഖുർആനെ ആയത്ത് പഠിച്ചു നോക്കൂ നിങ്ങൾ. വിനയപുരസ്സരം പറയാ, ഒട്ടും അഹങ്കാരമില്ലാതെ വേദന കൊണ്ട് കൂടിയാണ് ഈ യാഥാർത്ഥ്യം മനസ്സിലാകാതെ വന്നൊരു കൂട്ടർ. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു നൽകിയ ഇസ്ലാമായിരിക്കണം നമുക്ക് ഏറ്റവും പ്രിയം. അതിന്റെ വിശ്വാസം, ആരാധന ക്രമം, അതിന്റെ ജീവിത വീക്ഷണം, ഇസ്ലാമികമായ കാഴ്ചപ്പാട്, അതിന്റെ തത്വശാസ്ത്രം, പ്രത്യയശാസ്ത്രം, അങ്ങനെ തുടങ്ങി ഖുർആൻ മുഴുവനായി മുമ്പിൽ വെച്ച് പഠിപ്പിച്ച, അതിനെ ജീവിതത്തിലൂടെ പകർത്തി കാഴ്ചവെച്ച, ആ തിരുനബി കാഴ്ചവെച്ച ഇസ്ലാമിന്റെ മുഴുവൻ സമഗ്രമായ ആദർശത്തെയും ഉൾക്കൊള്ളാൻ കഴിയുന്നിടത്തെ നിങ്ങൾ വിമോചിതരാവൂ. അതിന് വ്യതിചലിച്ച് ഈ പറഞ്ഞ 5 ക്രമത്തിലും സഞ്ചരിക്കുന്ന മുസൽമാന്മാർ വിമോചിതരായിട്ടില്ല. അപ്പോ അവർക്ക് അല്ല പോരാ. അവിടെയാണ് വിഷയം. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, തന്റെ ദാസന് അല്ല പോരെ, അള്ളാന്റെ ദീൻ പോരെ. നിനക്ക് പ്രത്യശാസ്ത്രമായിട്ട് അള്ളാന്റെ ദീൻ പോരെ, വിശ്വാസക്രമമായിട്ട് അള്ളാന്റെ ദീൻ പോരെ, സാംസ്കാരിക മേഖലയായിട്ട് അള്ളാന്റെ ദീൻ പോരെ, സാമ്പത്തികമായിട്ട് അള്ളാന്റെ ദീൻ പോരെ, കുടുംബക്രമമായിട്ട് അള്ളാന്റെ ദീൻ പോരെ. നിന്റെ ജീവിതത്തിന്റെ പകലും രാവും രഹസ്യവും പരസ്യവും എല്ലാം ക്രമീകരിച്ച ഒരു സുന്ദരമായ ഐഡിയോളജിക്കൽ ലൈഫ്, ആദർശ ജീവിതം നയിക്കാൻ അത് പോരെ എന്ന് ചോദിക്കുക. ഉത്തരം നമ്മൾ പറഞ്ഞോളണം. ഞാനും നിങ്ങളും പറയാൻ ബാധ്യപ്പെട്ടവരാ. അതുകൊണ്ട് സഹോദരന്മാരെ, അലൈഹിസ്സലാം ബികാഫിൻ അബ്ദ, തന്റെ ദാസന് അല്ല പോരാൻ ചോദ്യം വളരെ മർമ്മമുള്ള ചോദ്യം. സൂറത്തു സുമർ 36-ാം വചനം, അഫഹുക്കുമൽ ജാഹിലിയത്തി യബൂൻ. വീണ്ടും ഖുർആൻ, അഫഹുക്കുമൽ ജാഹിലിയത്തി യബൂൻ. അല്ലാഹുവിന്റെ ഹുക്കുമിനെ വിട്ട് ജാഹിലിയത്തിന്റെ അനിസ്ലാമികമായ വിധികളാണോ നിങ്ങൾക്ക് പഥ്യം? നിങ്ങൾക്ക് അല്ലാഹു വെച്ച ക്രമം പോരല്ലേ? അനന്തരാവകാശ നിയമം എനിക്ക് പറ്റൂല, പെൺമക്കൾക്ക് പകുതിയെ കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞ് വിഘടിച്ച് നിൽക്കുന്നവർ, പറയാതെയും വിഘടിച്ചവർ, മറ്റു കുതന്ത്രം സ്വീകരിക്കുന്നവർ, വിവാഹ നിയമം എനിക്ക് പറ്റില്ല, അങ്ങനെയാണ്. അങ്ങനെ തുടങ്ങി അള്ള വെച്ച ഹുക്കുമിനെ വേണ്ട, ജാഹിലിയത്തിന്റെ ഹുക്കുമ മതി. അപ്പൊ അഫഹുക്കുമൽ ജാഹിലിയത്തി യബ്ഗൂൻ, ജാഹിലിയത്തിന്റെ അനിസ്ലാമിക വിധികളെയാണോ ഹുക്കുമിനെയാണോ വിധി തീർപ്പിനെ അവർ തേടിക്കൊണ്ടിരിക്കുന്നത്? വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മൻ ലിഖൗമി യുഖിനൂൻ. അള്ളാഹു ഉറച്ച വിശ്വാസമുണ്ടോ? ലിഖൗമി യുഖിനൂൻ, നിങ്ങൾക്ക് ഉറച്ച വിശ്വാസമുള്ള ബോധ്യമുള്ള ആളുകളാണെങ്കിൽ വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മ, നിങ്ങൾക്ക് ഏറ്റവും നല്ല ഹുക്മ നൽകാൻ, ഏറ്റവും നല്ല വിധി നൽകാൻ വമൻ അഹ്സൻ, അള്ളാഹിനേക്കാൾ പറ്റിയ ഏത് അതോറിറ്റി ഉണ്ട്? എന്തേ നിങ്ങൾക്കത് മനസ്സിലാകാത്തതെന്നാ? ഖുർആനും സുന്നത്തും നൽകിയ വിധികൾ നിങ്ങൾക്ക് പറ്റുന്നില്ല അല്ലേ? നിങ്ങൾ അതിന് മറുവഴി തേടുന്നു അല്ലേ? അപ്പോൾ നിങ്ങൾ സുബഹി നിസ്കരിച്ചു എന്ന് വീരവാദം മുഴക്കുന്നു. നിങ്ങൾ പള്ളിയിൽ പേര് ചേർക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ പള്ളിയിൽ ജുമുഅക്ക് പങ്കെടുക്കുന്നു, നിങ്ങൾ പെരുന്നാൾ നിസ്കരിക്കുന്നു, നിങ്ങൾ ഹജ്ജിനും ഉംറക്കൊക്കെ പോകുന്നു. ഇങ്ങനെയാണ് നിങ്ങൾക്ക് അള്ളാന്റെ വിധി പോരല്ലേ? അള്ളാഹുവിന്റെ വിധിയേക്കാൾ ഉത്തമമായ വിധി നിങ്ങൾ മനുഷ്യ നിർമ്മിത പ്രത്യയശാസ്ത്രങ്ങൾ കാണുന്നുവല്ലേ എന്ന് വിശുദ്ധ ഖുർആൻ സൂറ അൽ-മാഇദ 50. വീണ്ടും അല്ലാഹു ചോദിക്കാം, അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ, അള്ളാന്റെ ദീനല്ലാത്ത മറ്റു ദീനുകളെ, ശിർഅത വ മിൻഹാജ. പഠിക്കണ വാക്യം, ശിർഅത വ മിൻഹാജ, മറ്റു മതങ്ങളുടെ ശരീഅ ക്രമങ്ങൾ, മറ്റു ഈസങ്ങളുടെ പാന്താവുകൾ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമല്ലേ? നിങ്ങൾ അതിന്റെ പിറകെയാണ്. അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ, അള്ളാന്റെ ദീനെയാണോ, അള്ളാന്റെ ദീനല്ലാത്ത ദീനാണ് തേടിക്കൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിന്റെ ദീനല്ലാത്ത ദീനിനെ തേടുന്നുവോ നിങ്ങൾ? വലഹു അസ്ലമൻ ഫിസ് സമാവാതി വൽ അർദി വമകർഹ, ഈ ആകാശ ഭൂമികളുടെ പ്രപഞ്ചങ്ങളുടെ മുഴുവൻ സൃഷ്ടികളും സ്വമേധയാലോ അല്ലെങ്കിൽ നിർബന്ധിതമായോ അള്ളാഹ്ക്ക് വഴിപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം നിങ്ങൾ കാണുന്നില്ലേ? അവന്റെ കയ്യിലല്ലേ ഇതിന്റെ എല്ലാം അവസാനവും തുടക്കവും? അത് നിങ്ങൾക്കറിയില്ലേ? വൈലൈഹി യുർജഊൻ, അവങ്കലേക്കല്ല മടക്കപ്പെടാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിട്ട് നിങ്ങൾ എന്താണ് കൂട്ടരെ ചെയ്യുന്നത് എന്നാണ് സൂറ ആൽ ഇംറാൻ 83-ാം വചനം. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ ബിദ്അത്ത്, ശിർക്ക്, ഖുറാഫാത്ത്, ഇൻഹിറാഫാത്തിന്റെ വഴിയെ സഞ്ചരിക്കുന്ന കൂട്ടർ, മറുഭാഗത്ത് മനുഷ്യ നിർമ്മിത പ്രത്യക്ഷ ഇസങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന കൂട്ടർ, അതിനുവേണ്ടി ഊനം ചെലവഴിച്ചവർ, പാർട്ടിയിൽ ലിസ്റ്റ് ചേർത്തവർ, പേര് ചേർത്തവർ, അതിനുവേണ്ടി തെരുവിൽ ഘോരഘോരം ശബ്ദിക്കുന്നവർ, അടിപിടി കൂടുന്നവർ, വേണമെങ്കിൽ കുത്തും കൊലയും വരെ നടത്തി രക്തസാക്ഷികളായിട്ട് മണ്ഡപത്തിൽ വിശ്രമിക്കുന്നവർ, ഇനിയും അതിന് തയ്യാറുള്ളവർ, അതിന് ശബ്ദിക്കുന്നവരെ കൈകാര്യം ചെയ്യാൻ അവസരം പാർത്ത് നടക്കുന്നവർ, അങ്ങനെ തുടങ്ങിയ ഒരു ടീമുണ്ട് ഈ സമുദായത്തിനകത്തെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ അറിയണം, അത് വല്ലാത്തൊരു ദുര്യോഗമാണ്. ഇവിടെ നിങ്ങൾക്ക് പാർട്ടി അംഗബലം കൊണ്ടോ തിണ്ണബലം കൊണ്ടോ അധികാരം കൊണ്ടോ പിടിച്ചു നിൽക്കാം. പക്ഷെ നിങ്ങൾക്ക് അനങ്ങാൻ കഴിയാത്തൊരു നാളിൽ നമ്മൾ കാത്തിരിക്കുകയാണ്. അവിടെ വെച്ച് നമ്മൾ പ്രതികാരം ചെയ്യേണ്ടി വരും. തമ്പുരാന്റെ ബലത്തിൽ എന്ന് കൃത്യമായിട്ട് അവൾ പറയേണ്ടി വരും.
തമ്മിൽ ഭേദം തൊമ്മനായതുകൊണ്ട് നിവൃത്തിയില്ലാത്തൊരവസ്ഥയിൽ ദ്വികക്ഷി രാഷ്ട്രീയത്തിലോ ബഹുകക്ഷി രാഷ്ട്രീയത്തിലോ ഒരു പാർട്ടിക്ക് വോട്ട് കൊടുക്കുന്ന കേവലം വോട്ട് വിനിയോഗത്തെ കുറിച്ചല്ല ഈ പറഞ്ഞത്. നമ്മുടെ ഇത് ബഹുകക്ഷി രാഷ്ട്രീയമാണ്. പല പാർട്ടികളുണ്ട് ഇവിടെ. ചിലപ്പോൾ ഒന്നിച്ചുകൂടി AB ആയിട്ട് നിൽക്കും, ഇടതനും വലതിനുമൊക്കെ ആയിട്ട്. അമേരിക്കയിൽ ദ്വികക്ഷി രാഷ്ട്രീയമാണ്. അതുകൊണ്ട് രണ്ട് കളവന്മാർ, ഒരാൾക്ക് സംസാരിക്കാൻ പ്രയാസം, ഓർമ്മ നഷ്ടപ്പെടുന്ന മറ്റൊരാൾക്ക് കേൾക്കാനും പ്രയാസം, രണ്ട് പടുകിഴന്മാർ മത്സരിക്കാൻ പോകുക അമേരിക്കയിൽ. അത് ദ്വികക്ഷി രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം ശരിക്കും പഠിക്കണം. അപ്പോഴേ ഇസ്ലാമിന്റെ രാഷ്ട്രീയം മനസ്സിലാകൂ. പാർട്ടി രാഷ്ട്രീയം മാത്രം പഠിച്ചവർക്ക് ഇസ്ലാമിന്റെ രാഷ്ട്രീയം മനസ്സിലാവില്ല, കിതാബിന്റെ പൊളിറ്റിക്സ് മനസ്സിലാവില്ല, ഇസ്ലാമിന്റെ രാഷ്ട്രമീമാംസ മനസ്സിലാവില്ല. അതുകൊണ്ട് ബഹുകക്ഷി രാഷ്ട്രീയ ക്രമമാകുന്ന നമ്മുടെ ഇന്ത്യൻ അവസ്ഥയിൽ നിവൃത്തിയില്ലാത്തവണ് തമ്മിൽ ഭേദം തൊമ്മനായിട്ട് ഒരു പാർട്ടിക്ക് വോട്ട് കൊടുക്കുന്ന കാര്യത്തെ കുറിച്ചല്ല ഈ പറയുന്നത്. അത്തരം മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രങ്ങൾക്ക് വേണ്ടി വിയർപ്പൊടുക്കുന്നവർ, അതിൽ പണിയെടുക്കുന്നവർ, അതിനെ വിജയിപ്പിക്കാൻ നടക്കുന്നവർ, അതിനുവേണ്ടി ഘോരഘോരം വാദിക്കുന്നവർ, അതിന്റെ തത്വശാസ്ത്രത്തെ വാദഗതികളെ ഇസ്ലാമിനേക്കാൾ മുകളിൽ വെച്ചവർ, അപ്പോഴും പള്ളിയിൽ പോയി കുമ്പിടുന്നവർ, അവരെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് അത്തരം ആളുകളെ കുറിച്ച് എന്ത് പണ്ഡിതന്മാർ പറഞ്ഞു എന്ന് കൂടി കേൾക്കുക. വളരെ കൃത്യമായിട്ട് പണ്ഡിതന്മാർ അത്തരം മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രം വിശ്വസിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു. ഫൈനൽ ഇസ്തിറാഖിയ വ റഅ്സ്മാലിയ, നിശ്ചയം സോഷ്യലിസവും മുതലാളിത്തവും. ഇസ്തിറാഖിയ സോഷ്യലിസം. എന്താണ് സോഷ്യലിസം? കമ്മ്യൂണിസ്റ്റ് ക്രമത്തിൽ ഉണ്ടാകേണ്ട വിപ്ലവം സോഷ്യലിസമാണ്. മുതലാളിത്തത്തെ തട്ടിത്തകർത്ത് സോഷ്യലിസം കെട്ടിപ്പടുക്കുക എന്നതാണ് തൊഴിലാളി വർഗ വിപ്ലവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എംഗൽസ് കൃത്യമായി വിശദീകരിക്കും സോഷ്യലിസം, അതിൽ കമ്മ്യൂണിസത്തിന്റെ ലക്ഷ്യം. അപ്പൊ ഇസ്തിറാഖിയ, ഫൈനൽ ഇസ്തിറാഖിയ സോഷ്യലിസവും വറഅ്സ്മാലിയ ക്യാപിറ്റലിസം മുതലാളിത്തവും അത് രണ്ടിന്റെയും അപ്പോസ്തലന്മാരായ സൈദ്ധാന്തികന്മാരുടെ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ നെല്ലിയത്താനി കുഫ്രിയത്താനി, രണ്ട് കുഫറിന്റെ ചിന്താധാരകളാണ്. രണ്ടും സത്യനിഷേധമാണ്, കുഫറാണ്. നെല്ലിയത്താനി കുഫറയത്താൻ, രണ്ടും കുഫറിന്റെ ചിന്താധാരകളാണ്. ഇസ്ലാം, ഇസ്ലാമിനോട് പോരാടുന്ന, ഇസ്ലാമിനെ ലക്ഷ്യമാക്കുന്ന, ഇസ്ലാമിനെ എതിർക്കുന്ന, ഇസ്ലാമിനെ എതിരെ നിലകൊള്ളുന്ന സംവിധാനമാണ്. ഇനിയും സംശയമുള്ളവർക്ക് ശേഷം ഉദ്ധരണികൾ കേൾക്കാം. ഷെയ്ഖ് ഇബ്നു ബാസ് പറയുന്നു. ഷെയ്ഖ് ഇബ്നു ബാസ് മർഹൂം അദ്ദേഹത്തിന്റെ അൽ അഖീദത്തു സഹീഹ വമാ യുലാദുഹ, ശരിയായ ഇസ്ലാമിക ആദർശവുമായി യുലാദുഹ, അതിനോട് എതിരിടുന്ന പ്രത്യയശാസ്ത്ര കിതാബിൽ, ആ റിസാലയിൽ, ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നു, അല്ലാമ ഷെയ്ഖ് ഇബ്നു ബാസ്, വമിനൽ അഖായിദിൽ കുഫ്രിയ്യ, കുഫറിന്റെ ചിന്താധാരകളാണ്, കുഫറിന്റെ വിശ്വാസക്രമമാണ്. അൽ മുലാദത്തി ലിൽ അഖീദത്തി സഹീഹ, ശരിയായ ഇസ്ലാമിക വിശ്വാസക്രമത്തോട് മുലാദ, എതിരിടുന്ന, പൊരുതുന്ന കുഫറിന്റെ വിശ്വാസക്രമങ്ങളാണ്. വൽ മുഖാലിഫത്തു ലിമാ ജാഅത് ബിഹി റുസുലു അലൈഹിമുസ് സ്വലാത്തു വസ്സലാം, കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ പ്രവാചകന്മാർ, അന്ത്യപ്രവാചകൻ റസൂലുള്ളാഹി വരെ കൊണ്ടുവന്ന ആ ലിമാ ജാഅത് ബിഹി റുസുൽ, പ്രവാചകന്മാർ കൊണ്ടുവന്ന ആശയത്തിന് എതിരാൽ മുഖാലഫത്തിന് എതിരുള്ള പ്രത്യയശാസ്ത്രങ്ങളാണ്. മാ യഅ്തഖിദുൽ മുലാഹിദത്തു ഫി ഹാദൽ അസ്ർ, ഈ കാലഘട്ടത്തിലെ നിരീശ്വരവാദികൾ വിശ്വസിക്കുന്ന മിൻ അത്ബാഇ മാർക്സിസ് വൽ ലെനിൻ വഗൈരിഹിമാ മിൻ ദുആത്തിൽ ഇൽഹാദ് വൽ കുഫർ, കുഫറിന്റെ നിഷേധത്തിന്റെയും നിരീശ്വരവാദത്തിന്റെ അപ്പോസ്തലന്മാരായ മാർക്സും ലെനിനും മറ്റുള്ളവരുമൊക്കെ പഠിപ്പിച്ച വിശ്വാസക്രമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും അള്ളാഹിന്റെ കിതാബിനും തിരുശരീക്കും എതിരാണ്. കുഫറിന്റെ ചിന്താധാരയാണ് ഇത്. ഈ ഉള്ളവൻ പറഞ്ഞതല്ല, ആവശ്യക്കാർക്ക് വേണ്ടി ഉദാഹരണം തരാം. അത് ഷെയ്ഖ് ഇബ്നു ബാസ്, സലഫി പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവാ, അദ്ദേഹം പറഞ്ഞതാ. അതുകൊണ്ട് നിരീശ്വര നിർമ്മതവാദത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യക്ഷം കെട്ടിപ്പടുത്ത ക്യാപിറ്റലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, സോഷ്യലിസ്റ്റ്, ലിബറലിസ്റ്റ്, സെക്കുലറിസ്റ്റ് ചിന്താധാരകൾ വിശ്വസിക്കുന്ന ആളുകളൊക്കെ, അത്തരം വിശ്വാസക്രമങ്ങളെ സംവിധാനിച്ച ആളുകളും അതിൽ വിശ്വസിക്കുന്നവരും അള്ളാഹിന്റെ ദീനിന് എതിരാണ്, റസൂലിന്റെ സുന്നത്തിനും എതിരാണ്. അതുകൊണ്ട് അതിൽ നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും ശരി. അദ്ദേഹം തുടരാ, ഇസ്തിറാഖിയ സോഷ്യലിസം എന്നോ, ഔ ഷുയൂഇയ കമ്മ്യൂണിസം എന്നോ, ഔ ബാസിയ ബാസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്നോ, അങ്ങനെയാണ്. അറബ് ദേശീയതയെ ഉണർത്തിയിട്ട് കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാട് ഏകീകരിക്കാൻ ശ്രമിച്ച അറബ് രാജ്യത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ബാസ് പാർട്ടി, അതിനെക്കുറിച്ച് അബാസിയ, അതെന്താവട്ടെ, മറ്റെന്ത് പേരിട്ട് വിളിച്ചാലും ശരി, ഇതെല്ലാം നദരിയാത്തും കുഫ്രിയാത്ത്, കുഫറിന്റെ ഇസ്ലാമിക വിരുദ്ധമായ ചിന്താധാരകളാണ്. കാരണം ഈ നിരീശ്വരവാദ നിർമ്മതവാദ സംവിധാനത്തിന്റെ എല്ലാം അടിസ്ഥാനം അന്നഹു ലാ ഇലാഹ, ദൈവമില്ല എന്നതാണ്. അല്ലാഹ് ഇല്ലെന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചവരാണ് നമ്മൾ. ലാ ഇലാഹ, എല്ലാ ദൈവങ്ങളെയും നിഷേധിച്ച് ഇല്ലല്ലാഹ്, അല്ലാഹ് മാത്രമേ എന്ന് പറയുന്ന ഇലാഹ് പഠിച്ചു വരാൻ ലാ ഇലാഹ. പക്ഷെ ഇവര് മുലാഹിദത്തുൻ അന്നഹു ലാ ഇലാഹ, ദൈവമേ ഇല്ല, ദൈവനിഷേധം അടിസ്ഥാനം. വൽ ഹയാത്തു മാദ, ജീവിതം ഈ ഭൗതികത മാത്രമാണ്.
ഭൗതികത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ജീവിതം ആസ്വദിച്ചു കൊള്ളിൻ, നിങ്ങൾ അവരെ ഉത്തരം പറയേണ്ടതില്ല, നിങ്ങൾ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല എന്നാണ്. വമിൻ ഉസൂലിഹിം, അവരുടെ അടിസ്ഥാനമാണ് ഇൻകാറുൽ മആദ്, പുനരുദ്ധാനം നിഷേധിക്കുക, ഖിയാമത്ത് നാൾ, യൗമുൽ ബഅസ്, അതൊക്കെ നിഷേധിക്കുക. അങ്ങനെ സംഭവിക്കൂല, പേടിക്കണ്ട എന്നാണ്. വ ഇൻകാറുൽ ജന്ന വന്നാർ, സ്വർഗ്ഗത്തെ നരകത്തെ നിഷേധിക്കുക. വൽ കുഫ്റു ബിൽ അദ്യാനി കുല്ല, മുഴുവൻ മതത്തിന്റെ അടിസ്ഥാനങ്ങളെ നിഷേധിക്കുക. ഇതാണ് അടിസ്ഥാനം. വമൻ നദറ ഫീ കുതുബി വമൻ നദറ ഫീ കുതുബിഹിം, ഇനി നിങ്ങൾക്ക് സംശയമുള്ള പുസ്തകങ്ങൾ വായിച്ചു നോക്കൂ. വ ദറസ മാഹും അലൈഹി, അവരുടെ അടിസ്ഥാനങ്ങൾ പഠിച്ചു നോക്കൂ. അലിമ ദാലിക, കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് കൃത്യം നിഷേധിക്കാൻ കഴിയില്ല. വലാ റൈബ അന്ന ഹാദിൽ അഖീദ അൽ മുലാദ്ദ, ഒരു സംശയവും വേണ്ട, ഈ വിശ്വാസക്രമങ്ങളെല്ലാം, ഈ ഈസങ്ങളുടെ എല്ലാ വിശ്വാസധാരകളും മുലാദത്തുൻ ലി ജമീൽ അദ്യാനി സമാവിയ, ദൈവികമായ മതങ്ങൾക്ക് എതിരാ, കുതുബു സമാവി, അല്ലാഹ് ഇറക്കിയ വേദങ്ങളുടെ അടിസ്ഥാനങ്ങൾക്ക് എതിരാ. വ മുഫവ്വിലത്തു വ മുഫല്ലിയത്തുൻ ബി അഹ്ലിഹാ ഇലാ അസ്വഇൽ അവാഖിബി ഫി ദുനിയ വൽ ആഖിറ, അതിൽ അണിചേർന്ന് പോകുന്ന എല്ലാ ആളുകളെയും മുഫല്ലിയത്ത് എത്തിക്കുന്നതാണ് ബി അഹ്ലിഹാ, അതിന്റെ ആളുകളെ ഇലാ അസ്വഇൽ അവാഖിബി ഫി ദുനിയ വൽ ആഖിറ, ഇഹലോകത്തും പരലോകത്തും മോശമായ പരിണിതിയിലേക്ക്. ഇഹത്തിലും നിങ്ങൾക്ക് മോശമായ പരിണിതിയാണ്, പരത്തിലും നിങ്ങൾക്ക് മോശമായ പരിണിതിയാണ്. അദ്ദേഹം എഴുതി വെച്ചിരിക്കാം. ഷെയ്ഖ് സാലിൽ ഫൗസാൻ റഹിമഹുല്ലാഹ്, സലഫി പണ്ഡിതൻ, ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞ വർത്തമാനം അൽ ഇന്തിമാഉ ഇലൽ മദാഹിബിൽ ഇൽഹാദിയ, നിരീശ്വരവാദ നിർമ്മതവാദ മദ്ഹബുകൾ, കാഴ്ചപ്പാടുകൾ എല്ലാം ഉൾക്കൊള്ളുന്നു. കശുയൂഇയ, കമ്മ്യൂണിസം പോലെ, വൽ ഇൽമാനിയ, സെക്കുലറിസം പോലെ, വറഅസ്മാരിയ, ക്യാപിറ്റലിസം പോലെ, വഗൈരിഹാ മിൻ മദാഹിബിൽ കുഫർ, അതല്ലാത്ത മറ്റു നിഷേധത്തിന്റെ എല്ലാ കാഴ്ചപ്പാടുകളും മദ്ഹബുകളും എല്ലാം അത് റിദ്ദത്തുൻ അൻ ദീനുൽ ഇസ്ലാം, ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്നതാണ്. മുർത്തദ്ദായി പോകുന്നതായി പറഞ്ഞു, മുർത്തദ്ദായി പോകും. അതുകൊണ്ട് ഇത്ര കൃത്യമായ ഉത്ബോധനം, നമുക്ക് സമയത്തിന്റെ പരിമിതിയുണ്ട്, ഈ ഉത്ബോധനം, ഈ ഉദ്ധരണം കുറച്ച് നീളമുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത്തരം നിരീശ്വര നിർമ്മതവാദ പ്രത്യയത്തിന് പിറകെ പോകുന്ന ആളുകൾ അറിയണം, യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങൾ അടിമകളാണ്. വിഗ്രഹ പ്രതിഷ്ഠകളെ പൂജിക്കുന്നവർ അടിമകളായതുപോലെ, വിമോചിതരാകാത്തതുപോലെ, പുണ്യാളന്മാരെ, അപ്പോസ്തലന്മാരെ, പുരോഹിതന്മാരെ, ഔലിയാക്കളെ പുണ്യാളന്മാരായി കണ്ടവരുടെ വാക്യങ്ങൾക്ക് തന്റെ ബുദ്ധിക്കപ്പുറത്ത് അതിനെ ബുദ്ധിയെ മറച്ചു വെച്ച് അന്ധമായി അനുകരിക്കുന്നവർ. അപ്പോഴാണ് ഔലിയ ഫ്ലൈറ്റ് ഇറങ്ങി വന്നതും ഫ്ലൈറ്റ് രക്ഷിച്ചു കൊണ്ടുപോയി എയർപോർട്ടിൽ ഇറക്കിയതൊക്കെ വിശ്വസിക്കാം. പുതിയ പുതിയ വർത്തമാനങ്ങൾ വന്നുകൊണ്ടിരിക്കല്ലേ. അതുകൊണ്ട് ഗർഭസ്ഥ ശിശു ആണാണെങ്കിൽ ഇന്ന ആള് പെണ്ണാക്കി തരുമെന്ന്, പെണ്ണാണെങ്കിൽ ആണാക്കി തരും. ഇപ്പൊ അടുത്ത ലേറ്റസ്റ്റ് എപ്പിസോഡാ. ഇതൊക്കെ വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളായവരെ, നിങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്ത ഹുറാഫാത്ത്, ഇൻഹിറാഫാത്ത് ക്രമത്തിൽ പോയവർ. അപ്പുറത്തെ ജ്യോത്സ്യം, ഇപ്പുറത്തെ കൂടോത്രം, പാർട്ടിയിലും കൂടോത്രം, പാർട്ടി ഓഫീസിലും കൂടോത്രം, ഇവിടെയോ അറബ് മാന്ത്രികം. 2022 മാത്രം കണക്ക് വെച്ച് കേരള മുസൽമാന്മാർക്കിടയിൽ അറബ് മാന്ത്രികം കൂടോത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ഉസ്താദ് വേഷങ്ങൾ, പണ്ഡിത വേഷങ്ങൾ നേടിയത് 60-നും 70-നും കോടിക്കിടയിൽ തുകയാണ്. ഒറ്റ വർഷത്തെ കണക്കേ വന്നുള്ളൂ. കണക്കെടുക്കാൻ പോലും ധൈര്യപ്പെടില്ല. അത്രത്തോളം ഈ സമുദായത്തിൽ വേരാഴ്ത്തിയിരിക്കുന്നു ഈ സംവിധാനം. ഇങ്ങനെയുള്ള ദുര്യോഗങ്ങളെ പിറകുന്ന അടിമകളാണ്, മനുഷ്യനിർമ്മിത പ്രത്യസന പിറകെ പോകുന്ന അടിമകളാണ്. അതുകൊണ്ട് നിങ്ങൾ അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, ആ വാക്യം പഠിച്ചു വെക്കുക. സൂറത്തുൽ സുമർ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, തന്റെ ദാസന് അല്ല പോരെ, നമുക്ക് അല്ല പോരെ. വിശ്വസിക്കാനും ജീവിതം ക്രമപ്പെടുത്താനും നമ്മൾ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്തുകൂടാന്ന് പഠിപ്പിക്കാൻ അല്ല പോരെ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പരലോകത്ത് നമ്മൾ ബാധ്യതപ്പെട്ടവരാണ്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ അധികാരത്തിന്റെ പാർട്ടി ബലത്തിൽ പലതും നടന്നേക്കാം, പക്ഷെ നാളെ പരലോകത്ത് വേറെ കുറെ കാര്യങ്ങൾ നടക്കും. അതിനുകൂടി മുൻകൂട്ടി കണ്ട് ഒരുങ്ങണം എന്ന് പറയേണ്ടി വരികയാണ് ഇത്തിരി പരിഹാസത്തോടു കൂടി. സഹോദരന്മാരെ, വിമോചിതരാകുന്ന നമ്മൾ ഇസ്ലാമിനെ മുറുകെ പിടിക്കുമ്പോഴേ ആ അവസ്ഥയിലേക്ക് എത്തൂ. അതുകൊണ്ട് ഇത്തരത്തിൽപ്പെട്ട എല്ലാ അതീശ ശക്തികളായ ദുഷ്ടശക്തികളുടെയും ചിന്താധാര വിമുക്തരായിട്ട് തമ്പുരാന് മാത്രം അടിമപ്പെടുന്ന യഥാർത്ഥ വിമോചിതരായി മാറാൻ ഈ മുഹറം മാസക്കാലത്തെ പഠനം നമ്മെ സഹായിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം വദ്ഉഹു ഇന്നഹു വൽ ബർറുൽ കരീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരിമാരെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടദാസന്മാരിൽ ദാസിമാരിൽ നാം ഇവരെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ.
നമ്മുടെ രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും നൽകുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിച്ച് എളുപ്പം നൽകുമാറാവട്ടെ. നമ്മുടെ വേദഗ്രന്ഥമാകുന്ന ഖുർആൻ്റെ സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അതിനോട് കൂറുള്ളവരായി ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് ഉദവി നൽകുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.